എനിക്ക് അറിയുന്ന ഒരാൾ കൂടെയാണ് വിവി. വിവി ഇപ്പം ജാസ്മിന്റെ സൈഡിൽ വിവി ജാസ്മിനുമായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ്. പിന്നെ കേൾക്കുന്നത് വിവി ജാസ്മിന്റെ ബെസ്റ്റി ആണെന്നുള്ള രീതിയിലൊക്കെയാണ്. അങ്ങനെ ബെസ്റ്റി ആയിട്ടുള്ള ഒരാളിന് തീർച്ചയായിട്ടും ജാസ്മിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. പെട്രാക്സ് ബോയ് എന്ന് പറയുന്ന ചാനലിൽ അജ്മലിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ജാസ്മിൻ എന്നെയും എന്റെ കുടുംബത്തെയും ഇൻസൾട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് ഏറ്റുപിടിച്ച് മൂപ്പൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മൂപ്പൻ വ്ലോഗിലെ ശരത് ബ്രോ. അപ്പം ശരത് ബ്രോ ചെയ്ത വീഡിയോ ഇത് തന്നെയാണ്. ഇത് ശരിയാണോ ഈ കാണിച്ചത്? അതായത് ഒരാളെ ഇൻസൾട്ട് ചെയ്ത കാര്യത്തെ പറ്റിയിട്ടാണ് പറയണത്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ വിജിരാജിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. അതായത് ജാസ്മിൻ ഒരാള് കറുത്തിരിക്കുന്നെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ സെൽഫി എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പം ഈ സംഭവത്തെ പറ്റിയിട്ട് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ബിക്കോസ് ഈ ഒരു സംഭവത്തിനകത്തല്ല ഞാനും ഉണ്ടായിരുന്നു. ഞാനും ഈ പറയുന്ന ഒരു മാരേജിൽ പോയിട്ടുണ്ടായിരുന്നു. ആ മാരേജിന്റെ ആ സംഭവം അതിന്റെ ഇടയ്ക്ക് നടന്ന സംഭവമാണ്. ബിക്കോസ് ജാസ്മിൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. ആദ്യമേ മൂപ്പം പറഞ്ഞ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് അറിയുന്ന ഒരാൾ കൂടെയാണ് വിവി. വിവി ഇപ്പം ജാസ്മിന്റെ സൈഡിൽ വിവി ജാസ്മിനുമായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ്. പിന്നെ കേൾക്കുന്നത് വിവി ജാസ്മിന്റെ ബെസ്റ്റി ആണെന്നുള്ള രീതിയിലൊക്കെയാണ്. അങ്ങനെ ബെസ്റ്റി ആയിട്ടുള്ള ഒരാളിന് തീർച്ചയായിട്ടും ജാസ്മിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. വിവി വാദമൊന്ന് ഇതൊക്കെ ഉള്ളതാണോ ഇല്ലെന്നുള്ള കാര്യം പുള്ളിക്കാരുടെ ചാനലിൽ കൂടെ വന്നിടുമെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർക്ക് നിറത്തിന്റെ കാരണത്താലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻസൾട്ട് ഉണ്ടാവുന്ന രീതിയിലോ ഒരു സാഹചര്യം ജാസ്മിൻ മൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമോ? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. 2, ജാസ്മിൻ എന്നുള്ള വ്യക്തി ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കുന്ന നമുക്കൊരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എങ്കിലും ഒരു ബെസ്റ്റി എന്നുള്ള ലെവലില് വിവിക്ക് അതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ആദ്യത്തെ ആൻസർ ഞാൻ പറയാം. ഈ പറയുന്ന നിറത്തിന്റെ പേരിൽ എനിക്ക് സെൽഫി എടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമേ അവിടെ നടന്നിട്ടില്ല. അങ്ങനെ എന്റെ അറിവിൽ എന്റെ ചെവിയും കൊണ്ട് അങ്ങനെ കേട്ടിട്ടില്ല. ജാസ്മിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഉണ്ടായെന്ന് തന്നെ പറയും. ഇങ്ങനെ ഇത് ശരിക്കും എന്റെ ചെവിയിൽ കേൾക്കാത്തൊരു കാര്യമാണ്. മേ ബി ഇത് ഈ പറഞ്ഞ വിജയാജിന് ഇപ്പൊ പേഴ്സണലി തോന്നിയ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് എനിക്കറിയത്തില്ല. അവൻ പറഞ്ഞ വേറെ ആരും വിളിച്ചു പറഞ്ഞാണെന്നാ പറഞ്ഞത്. പക്ഷെ എന്റെ അറിവിൽ എന്റെ ചെവിയിൽ ഞാൻ അത് കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാത്ത കാണാത്ത കാര്യം എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ജാസ്മിൻ ഇപ്പം നിലവിൽ ബിഗ് ബോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ കാര്യത്തിൽ ഒരിക്കലും അവളുടെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കാണിക്കുന്ന കാര്യം എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? കാര്യം നമ്മൾ എത്രത്തോളം പറയാൻ നിന്ന് കഴിഞ്ഞാലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ കാണിക്കുന്നത് അവൾക്ക് തന്നെ അതിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ അത് ഡിസേർവ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്ര എനിക്ക് ഈ ഒരു വിഷയത്തിൽ അതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. 3ാമത്, ഇനിയിപ്പം വ്യക്തമായിട്ട് ഇനിയിപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ അജ്മലിന്റെ കേസ് ഞാൻ പറയാം. അജ്മലിന്റെ വീഡിയോയ്ക്കകത്ത് അജ്മൽ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്, അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. പല കാര്യത്തിലുള്ള വലിച്ചു കീറിയപ്പോഴത്തേക്കും തെളിവ് സഹിതം എന്റെ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഒരു വാക്ക് മിണ്ടാതിരുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു കാര്യം ഞാൻ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. കാര്യം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ, വെറുതെ എന്തിനാ നമ്മളായിട്ട് ഓരോന്ന് പറഞ്ഞ് അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത് എന്നാ കഴിഞ്ഞിട്ട് മിണ്ടാതിരുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് എന്നോട് കാണിച്ചത് അതിലും വലിയ പോക്കൃതരം. എന്നിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ല. കാതർക്കട കല്യാണത്തിന് പോയ സമയത്ത് അന്നാണ് ബർത്ത്ഡേ. ഈ വിവിയെയും അതുലിനെയൊക്കെ അന്ന് നേരിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. ഈ ജാസ്മിനെയൊക്കെ ഇതിന് മുന്നേ ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും പല പ്രോഗ്രാംസിൽ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുള്ളവരും സംസാരിച്ചിട്ടുള്ളവരുമാണ്. അപ്പൊ ഞാൻ പോയിട്ട് റൂമിൽ മുട്ടി. അപ്പൊ ജാസ്മിൻ ഉണ്ട്, വേറെ 2 പേരുണ്ട്. ഞാൻ ചോദിച്ചു, വൈഫിന്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് കേക്ക് മുറിക്കുന്നുണ്ട്, വിവിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, വരോ? അപ്പൊ എന്നോട് പറഞ്ഞു, വെളിയിൽ നിന്നില്ല, ഞാൻ വരാം, 5 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വെളിയിൽ നിൽക്കുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, അവര് പേഴ്സണൽ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, നമ്മൾ എന്തിനാ അതിന്റെ ഇടയിൽ കയറി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് വെളിയിരിക്കാം. അപ്പൊ അതിലെ നമുക്ക് വെളിയിൽ കയറാന്ന് പറഞ്ഞു. ഞാൻ 5 മിനിറ്റ് നിന്ന് 10 മിനിറ്റ് നിന്ന് 15 മിനിറ്റ് നിന്ന് വരുന്നില്ല. വെയിറ്റ് ചെയ്യാൻ തിരിച്ച് റൂമിൽ വന്നു, വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക, വരുന്നില്ല. അപ്പോ ബാക്കിയുള്ളവരുടെ കേക്ക് അലിയും കട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എന്റെ മാന്യത, വീണ്ടും എന്റെ മാന്യത ആലോചിക്കണം. ഞാൻ അവിടെ നിന്ന് കേക്ക് വല്ലതും മുറിച്ചു കഴിഞ്ഞാൽ അവര് പിന്നീട് വരുമ്പോഴത്തേക്ക് അവരെ ഞാൻ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ആയി പോകൂലേ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ വിവിയായിട്ട് പറഞ്ഞു. വിവിയുടെ ഫ്രണ്ടാണ് ഈ പറഞ്ഞ ജാസ്മിൻ. ഞാൻ വിവിയോട് പറഞ്ഞു, എന്നിട്ട് വിവി എന്റെയും ഫ്രണ്ടാ, അതാലോചിക്കണം. വിവി നീ ഒന്ന് വിളിക്കുമെന്ന് വെച്ചു. അപ്പൊ വിവി വിളിച്ചിട്ട് വെച്ച്, ഹലോ ഇതൊക്കെയാണ്, വരാൻ പറ്റൂല എന്ന് വെച്ചു. എന്ത് പറ്റിയാത്ത? അപ്പൊ അവള് പറയും വരാൻ പറ്റത്തില്ല. പിന്നെ എന്തിനും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ, വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ? ഇൻസൾട്ട് ചെയ്യുന്ന മനുഷ്യരെ ഇൻസൾട്ട് ചെയ്യരുത്. ഈ ജാസ്മിന്റെ ഒരു പ്രകൃതമാണ് ഈ ആളെ ഇൻസൾട്ട് ചെയ്യാന്നുള്ളത്. അന്ന് അജ്മലിന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ജാസ്മിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന കാര്യമാണ്. ആദ്യം വിളിച്ചപ്പോൾ എന്റെ അടുത്താണോ വിളിച്ച് പറഞ്ഞത്. ഞാനാണ് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഒരു കേസുണ്ട്, മറ്റേ പോയി കേക്ക് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് നീ വരുന്നുണ്ടെങ്കിൽ വാ എന്നുള്ള രീതി പറഞ്ഞപ്പം പുള്ളിക്കാരത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു.
കാര്യം ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്തോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ നേരത്തെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു ഈ ആസ്ലയുടെ ഒക്കെ ഇഷ്യൂസ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് അപ്പം അജ്മൽ എന്തോ ഒരു കാര്യത്തിൽ എവിടോ കേട്ടറിഞ്ഞ എന്തോ ഒരു കാര്യമാണ് അത്. അതിന്റെ പേരിൽ ചെറിയൊരു അജ്മലിന്റെ അടുത്ത് ആ കാര്യത്തിൽ പൊതുവെ ഒരു ഇഷ്ടക്കേടുണ്ട്. അപ്പൊ അതിങ്ങനെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാകും എന്ന് എനിക്ക് തോന്നി. എന്നോട് പറഞ്ഞടാ ഞാനില്ല, എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പറയുന്ന ഹോട്ടലിലൊക്കെ ഞങ്ങൾ ചെന്നതിന് ശേഷം ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞ് അളിയ വേണ്ട, നീ വെറുതെ പോകണമെന്നില്ല, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സീനുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴും അന്ന് അവന് ഞാനോട് അത്ര ക്ലോസ് അല്ലായിരുന്നു. അപ്പം അപ്പോഴും അവൻ എന്നോട് പറഞ്ഞു ഇല്ലടാ എൻ്റെ അറിവിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി വിളിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അവൻ പറഞ്ഞത് ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് കറക്റ്റാണ്. അവിടെ അന്ന് സംഭവിച്ച കാര്യം തന്നെയാണ്. എനിക്ക് പേഴ്സണലി അത് എനിക്കും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അപ്പം ഞാനും അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം അത് ഒരാളെ വിളിച്ചിട്ട് മീൻസ് എന്താ പറയണ്ട, അത് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഫീൽ അത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കേസ് തന്നെ ജാസ്മിൻ്റെ അടുത്തായാലും പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. കാര്യം ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്നൊക്കെ ഉള്ളത് അവളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇതിനകത്ത് ഞാൻ തന്നെ ഒരുപാട് വട്ടം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസ് ഞാൻ അജ്മലിനോടെ പറഞ്ഞു, എടാ എനിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അത് ചെയ്തത് ശരിയല്ല, എന്ത് തെറ്റാണെങ്കിലും അത് വരാമായിരുന്നു, ബിക്കോസ് ഫാമിലി ഒന്നും പിഴച്ചില്ലല്ലോ എന്നുള്ളൊരു കാര്യം ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നുണ്ട് അജ്മലിന്റെ കാര്യത്തിനകത്തോട്ട്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിനകത്ത് ഈ കളറിന്റെ കാര്യത്തിൽ സെൽഫി എടുത്തില്ല, അങ്ങനെ ചെയ്തില്ല, അങ്ങനൊന്നും ഒരു ഇഷ്യൂ നടന്നിട്ടില്ല. പക്ഷെ വിജയരാജിന് സെൽഫി എടുക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ അത് നടന്നില്ല. ഞാൻ ആ സമയത്ത് സെൽഫി എടുക്കണമെന്ന് അവളുടെ അടുത്ത് പറയുമ്പോഴും ഒരുപാട് ആൾക്കാർ സെൽഫി എടുക്കുകയും ആ ഒരു സമയത്ത് അങ്ങനെ നല്ല ബിസി ആയിരുന്നു. അത് നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം, കുറച്ച് വീഡിയോസൊക്കെ അതിനകത്ത് കാണുമ്പോൾ അറിയാം. അല്ലാതെ നിറത്തിന്റെ കാര്യമൊന്നും ഒരിക്കലും അങ്ങനൊരു വേർഡ് പോലും ഞാൻ അവളുടെ വായിന്ന് കേട്ടില്ല. ഇല്ലാത്ത എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇനി ഞാൻ വന്ന് വെളുപ്പിക്കുകയാണ് എൻ്റെ ഫ്രണ്ടാണെന്നുള്ള രീതിയല്ല, ശരിക്കും നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അജ്മലിന്റെ കേസിൽ ഞാൻ അതിനകത്ത് ഉള്ള കാര്യമാണെന്ന് ഞാൻ പറയാം. ബിക്കോസ് അത് എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ്. കാര്യം ഇവർ തമ്മിൽ എന്തോ സീനുണ്ട്, എന്തിന്റെ പേരിൽ എന്തോ ഉടക്കമുണ്ട്, അതാണ് ഉള്ള കാര്യം. പറഞ്ഞു കഴിഞ്ഞാൽ അത് അജ്മലിന് അറിയത്തില്ല എന്താണ് മെയിൻ ആയിട്ടുള്ള സീൻ എന്ന്. അജ്മൽ പോലും അന്നാന്ന് തോന്നുന്നു അറിഞ്ഞത്. കാര്യം ജാസ്മിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട്, അവൻ്റെ അടുത്ത് എന്തോ ഒരു ഗ്രജുണ്ട്. അതാണ് അന്ന് നടന്നൊരു കാര്യം, അല്ലാതെ വേറെ ഒന്നും അല്ല. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എന്റെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ, ബിക്കോസ് ജാസ്മിൻ ചെയ്യുന്ന എല്ലാം അങ്ങ് ശരി, അതായത് ചെയ്യുന്നത് മൊത്തവും ശരിയും ബാക്കിയുള്ള തെറ്റ് കണ്ട തെറ്റെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞാനെന്ത് പൊട്ടനൊന്നും അല്ല. അവള് ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും. ഞാൻ ഇപ്പൊ ഈ ബിഗ് ബോസിനകത്ത് കാണിക്കുന്നതൊന്നും ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് തെറ്റുകൾ തന്നെയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ഒരിക്കലും ന്യായീകരിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരുപാട് ഞാനിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്തോ, ഞാൻ അധികം അതിനെ പറ്റിയിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാതിരിക്കാം, അത്രയും എനിക്കിനി അതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് അവള് തന്നെ അവളുടെ ഗെയിം അടിപൊളിയായിട്ട് കളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ പേരും പറഞ്ഞ് ഇനിയിപ്പം എന്ത് പറയണ്ട, എത്രത്തോളം വെളുപ്പിക്കാൻ നോക്കിയാലും എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വെളുക്കാത്തൊരു കാര്യമായി പോയി ഈ ഒരു കേസ്. അപ്പം ഈ ഒരു കാര്യത്തിൽ എൻ്റെ വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു കാര്യം. ബിക്കോസ് ഞാൻ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അവന്മാരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അജ്മൽ ആയാലും വിജ്രാജ് ആയാലും അതുൽ ആയാലും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പം എനിക്ക് ആരോടെ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോ കാര്യങ്ങളോ ഇല്ല. എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. അജ്മൽ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ കറക്റ്റാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അവൻ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു, അത് അവന് ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ട്, അവന് നല്ല രീതിയിൽ അത് ഇൻസൾട്ട് ആയിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് ഈ കൂട്ടത്തിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവൾ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ചെയ്തത് മോശമായിട്ടുണ്ട്. ഞാൻ എന്തിനാ ജാസ്മിൻ്റെ അടുത്ത് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് വിളിക്കണോ വേണ്ടയോ പോകണോ വേണ്ടയോ എന്നൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമുക്കിപ്പോൾ ഒരിക്കലും ഒരാളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അവന്റെ മര്യാദ അവൻ കാണിച്ചു, അവൾ അവളുടെ രീതിയിൽ തിരിച്ച് റിയാക്ട് ചെയ്തു. അവൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്തായി കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ എൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്താണ്. സോ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.